പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്ന് യുവതിയായ അമ്മ നവജാത ശിശുവിനെ വലിച്ചെറിഞ്ഞു കൊന്ന കേസിൽ പിതാവ് എന്ന് സംശയിക്കുന്ന യുവാവിലേക്കുള്ള അന്വേഷണം പോലീസ് തുടങ്ങിയില്ല. യുവാവ് പോലീസ് നിരീക്ഷണത്തിലാണ്. കുഞ്ഞിന്റെ രക്തസാമ്പിൾ DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പെൺകുട്ടി പരാതി ഉന്നയിച്ചാൽ മാത്രമേ ഗർഭിണിയാക്കിയ യുവാവിന്റെ DNA പരിശോധന നടത്തൂ. യുവതിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടതിനു ശേഷം വിശദമായി മൊഴിയെടുക്കും. അതിനുശേഷമേ യുവാവിലേക്കുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. ചോരക്കുഞ്ഞിന്റെ മൃതദേഹം തിങ്കളാഴ്ച പോലീസിന്റെ നേതൃത്വത്തിൽ സംസ്കരിക്കും. പോലീസിന് ഇതിനുള്ള സമ്മതപത്രം യുവതി നൽകിയിട്ടുണ്ട്. യുവതി ഇപ്പോഴും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മൊഴിയെടുക്കാൻ സാധിക്കുമോ എന്നറിയാൻ പോലീസ് സംഘം ആശുപത്രിയിലെത്തിയിരുന്നു. പക്ഷേ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് വിവരങ്ങൾ ശേഖരിക്കാതെ മടങ്ങി. ഡോക്ടർമാരുമായി പോലീസ് ആശയവിനിമയത്തിലാണ്. ആരോഗ്യം വീണ്ടെടുത്താൽ മൊഴിയെടുക്കും. അതേസമയം ബംഗളൂരുവിൽ വിദ്യാർത്ഥിനിയായിരുന്ന യുവതി 3 മാസം മുമ്പാണ് അവിടെ നിന്ന് വീട്ടിൽ വന്നത്. അമ്മയും പ്രായമേറിയ മറ്റൊരു സ്ത്രീയും പിതാവും ഫ്ളാറ്റിലുണ്ടായിരുന്നു. സംഭവം നടക്കുമ്പോൾ അമ്മയും പിതാവും മാത്രമേ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. യുവതി ബംഗളൂരുവിൽ പഠിക്കുമ്പോഴാണ് പീഡനത്തിനിരയായതെന്ന് സംശയിക്കുന്നുണ്ട്. എന്നാൽ ആരാണ് യുവതിയെ പീഡിപ്പിച്ചതെന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ചിട്ട വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. പ്രതിയായ യുവതി കുറ്റം സമ്മതിച്ചെങ്കിലും പ്രസവത്തെ തുടർന്നുള്ള ശാരീരിക വിഷമതകൾ നേരിടുന്നതിനാൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയത്തിലായ യുവാവാണ് പീഡിപ്പിച്ചതെന്നാണ് സംശയം. വിശദമായ ചോദ്യം ചെയ്യൽ പിന്നീട് നടക്കും. പീഡനത്തിൽ വ്യക്തമായ മൊഴി കിട്ടിയാൽ അറസ്റ്റുണ്ടാകും. ഗർഭിണിയായ വിവരം യുവതി എല്ലാവരിൽ നിന്ന് മറച്ചുവച്ചിരിക്കുകയായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് എത്തിയ യുവതി വീടിന് പുറത്ത് കാര്യമായി വരാറില്ലായിരുന്നു. ഫ്ളാറ്റ് സമുച്ചയത്തിൽ 24 അപ്പാർട്ട്മെന്റുകളാണുള്ളത്. ഇതിൽ 21ലും ആൾതാമസമുണ്ട്. 3 എണ്ണമാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. മാനഭംഗത്തിന് ഇരയായ അവിവാഹിതയായ 23-കാരിയാണ് നവജാത ശിശുവിനെ റോഡിലെറിഞ്ഞതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാംസുന്ദർ പറഞ്ഞിരുന്നു. ഗർഭിണിയാണെന്ന് ഒപ്പമുള്ള മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു. കുറ്റകൃത്യത്തിൽ മാതാപിതാക്കൾക്ക് പങ്കില്ലെന്ന് വ്യക്തമായതായി കമ്മീഷണർ പറയുന്നു. വീട്ടുകാരറിയാതെ ശുചിമുറിയിൽ കയറി വാതിലടച്ച് പുലർച്ചെ 5ഓടെയാണ് പ്രസവിച്ചത്. 3 മണിക്കൂറിന് ശേഷം 8ഓടെ ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ നിന്ന് കുഞ്ഞിനെ താഴേക്കെറിഞ്ഞു. പ്രസവശേഷമുണ്ടായ ഉൾഭയത്തിൽ നിന്നാകാം എറിഞ്ഞത്. കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് പ്രതിയിൽ നിന്ന് വ്യക്തമായ മറുപടി കിട്ടിയില്ലെന്ന് കമ്മീഷണർ പറഞ്ഞു. എന്തായാലും ആൺസുഹൃത്തിനെതിരെ പെൺകുട്ടി മൊഴി നൽകിയിട്ടില്ല. വിശദമൊഴി എടുക്കുമ്പോൾ അവിവാഹിതയായ അമ്മ എന്തു പറയുമെന്നതാണ് നിർണായകം. അതിജീവിതയെന്നാണ് യുവതിയെ കേരള പോലീസ് ഇപ്പോഴും വിശദീകരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് DNA സാമ്പിൾ ശേഖരിച്ചത്. കുഞ്ഞിന്റെ അമ്മയും കേസിലെ പ്രതിയുമായ യുവതി പീഡനത്തിന് ഇരയായി എന്നത് പോലീസിന്റെയും വീട്ടുകാരുടെയും സംശയമാണ്. നിലവിൽ ആർക്കുമെതിരെ യുവതി മൊഴി നൽകിയിട്ടില്ലെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിൽ ആരുടെയെങ്കിലും പേര് വെളിപ്പെടുത്തിയാൽ DNA പരിശോധന അനിവാര്യമാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ആൺസുഹൃത്തിന്റെ പേര് പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. തൃശൂരുകാരനായ ഇയാൾ പോലീസ് നിരീക്ഷണത്തിലാണ്. വെള്ളിയാഴ്ച രാവിലെയാണ് യുവതി കുഞ്ഞിനെ സ്വന്തം ഫ്ളാറ്റിന്റെ 5ാം നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞത്.